ചെയ്ത ആ മൊമെന്റ് ഇതാ ജിതിന്റെ മുന്നിൽ. എല്ലാവർക്കും നമസ്കാരം. ഒരു 8 വർഷത്തിന് മുന്നേ ഞാനും സുഹിതേട്ടനും ഇതുപോലൊരു സക്സസ് സെലിബ്രേഷൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതിന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കോടികളുടെ കണക്കിനെ കാട്ടി ഞങ്ങൾ എന്നും എക്സൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയ്ക്ക് ജനങ്ങൾ തന്ന പിന്തുണയാണ്. എല്ലാവർക്കും താങ്ക് യു. ഇത്രയും വലിയൊരു വിജയമാക്കി തന്നതിന്. ഇത് ഒറ്റയ്ക്ക് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഇതല്ല, ഒരു കൂട്ടം ARMൻ്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാർ, ഒരു 1000-ഓളം ആൾക്കാർ ARM എന്ന് പറയുന്ന സിനിമ സംഭവിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പാരൻസ്, ദൈവം, ഞങ്ങളെല്ലാം വിചാരിക്കുന്ന ഒരു അദൃശ്യ ശക്തി, അതെല്ലാത്തിൻ്റെയും ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ വിജയവും. ഇനി ഇത് കാരണം സംഭവിച്ചിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും, ഇനി വരാൻ പോകുന്ന സന്തോഷങ്ങളും നമുക്ക് കൊണ്ടുവന്നത് ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ വീണ്ടും ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. കൂടുതൽ ബാക്കി പിന്നെ സംസാരിക്കാം. താങ്ക് യു ഓൾ. താങ്ക് യു. വന്നിട്ടുള്ളവർക്കും ഇനി വരാൻ പോകുന്നവർക്കും ഒക്കെ വീണ്ടും നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു ജിതിൻ. ജിതിനെ ഒന്ന് ആദ്യം ഒന്ന് സംസാരിപ്പിക്കാൻ റെഡിയാക്കിയാണ്. ഇനിയിപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ സംസാരിക്കല്ലേ ക്യാഷിൽ. താങ്ക് യു. ഒരു ഗംഭീര കായടി ഫോർ ജിതിൻ ലാൽ. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ എനിക്കും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് ARM. ജിതിൻ ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ തുടങ്ങിയ ആൾക്കാരാണ്. കുഞ്ഞിരാമായണത്തിലും ഗോദയിലൊക്കെ സഹസംവിധായകനായിരുന്നു ജിതിൻ. അപ്പോൾ ജിതിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്നുള്ള നിലയിൽ എനിക്ക് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു സിനിമയാണ്. ഒപ്പം അഭിനയിക്കുന്നത് ടൊബീനോ. അപ്പോൾ എല്ലാ രീതിയിലും ഈ സിനിമയുടെ വിജയം ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. ജിതിൻ്റെ ആ ഒരു ജേണി ആദ്യം മുതലേ തന്നെ നേരിട്ട് അറിഞ്ഞ് കേട്ട് കണ്ടുവന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സക്സസ് ഭയങ്കരമായിട്ട് ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ ഒരു 100 crore നേടി ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത്, ഈ സിനിമ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ് നമ്മൾ തേടിയെത്തും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ARM. തീർച്ചയായിട്ടും സക്സസിൻ്റെ ഭാഗമാവാൻ എനിക്കും സാധിച്ചതിൽ ജിതിനോടും ഉള്ള ഇതിൻ്റെ റൈറ്റർ സുജിത് ചേട്ടനോടും ടൊബിനോയോടും പ്രൊഡ്യൂസർ ലിസ്റ്റിൻ ചേട്ടനോടും UGM ഫിലിംസിനോടും മറ്റ് ടെക്നീഷ്യൻസ് എല്ലാവരോടുമുള്ള നന്ദി ഹൃദയത്തിൽ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഞാനും ബേസിലേട്ടനും ഒക്കെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുന്നത്. ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന സിനിമ എന്നതിൻ്റെ മൊയ്തീനാണെങ്കിലും പക്ഷേ ഫസ്റ്റ് റിലീസാവുന്നത് കുഞ്ഞിരാമായണമായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. ബേസിലേട്ടൻ്റെ ഒപ്പമായിരുന്നു തുടങ്ങിയത്. അപ്പോൾ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും സുരേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനും എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ബേസിലേട്ടൻ അതിഭംഗിയായിട്ട് തന്നെ ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമയുടെ പാർട്ടുമായി എന്നുള്ള സന്തോഷമുണ്ട്. താങ്ക് യു ബേസിലേട്ട. സിനിമയുടെ തന്നെ നമ്മൾ എക്കാലത്തെയും ചിന്തിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയൊക്കെ ചെയ്ത നമ്മുടെ പ്രിയ സംവിധായകൻ ശ്രീ ബ്ലെസ്സി സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. A round of applause for this the ace director of Indian film industry, Blessi sir. Blessi sir. ആടുജീവിതത്തിൻ്റെ വാർത്തകൾ ഇപ്പോഴും അവസാനിക്കുന്ന എല്ലാ പ്രാവശ്യവും നമ്മളിപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഒരു ചടങ്ങിൽ ബ്ലെസ്സിനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ആമിൻ്റെ വിജയമായിട്ട് ബന്ധപ്പെട്ട് 2 വാക്ക്. അതോടൊപ്പം തന്നെ ബ്ലെസ്സി സാറ് ഇനി 2025-ലും 2026-ലൊക്കെ ഉറ്റുനോക്കുന്ന എന്തൊക്കെയാണ് സിനിമയിൽ നിന്നും കൂടെ എല്ലാവർക്കും കേൾക്കാനൊരു കൗതുകം കാണുന്നത്. നമസ്കാരം. എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഒരു സംവിധായകൻ്റെ ആദ്യ സിനിമ ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യമാണ്. ഞാൻ ഇതിനെ വിളിച്ച് പറയുമായിരുന്നു, ആദ്യത്തെ ഒരു പ്രോജക്റ്റ് തന്നെ ഇത്രയധികം
വലിയ രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് അതിന് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഇതിൻ്റെ നിർമ്മാതാക്കളായ ലിസ്റ്റിനും ഡോക്ടർ സക്രിയയ്ക്കുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ ബേസിലിനെ കുറിച്ച് നമ്മൾ ബേസിലിന് എനിക്ക് അവാർഡ് കൊടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതും അല്ലെങ്കിൽ മൊമെൻ്റ് കൊടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ബേസിലിൻ്റെ സിനിമ ഇന്ന് റിലീസ് ചെയ്തു. കുറച്ചു മുമ്പ് അതിനെക്കുറിച്ച് ഒരുപാട് നല്ല സംസാരങ്ങൾ കേട്ടതിന് ശേഷം നേരിട്ട് അഭിനന്ദിക്കാനിവിടെ കഴിയുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണുവാണ്. അതിൻ്റെ മൊമെൻ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സെമിനാർ നമ്മൾ എടുക്കുകയാണ്. ബേസിൽ ജോസഫിന് ബ്ലെസ്സി സാർ മൊമെൻ്റ് നൽകുകയാണ്. ARM മൂവിയുടെ success celebration. A round of applause for this wonderful moment, ladies and gentlemen, please. Thank you, Blessed sir. Thank you, Basil. Second. Thank you, sir. ബ്ലെസ്സി സാറിൻ്റെ ഈ ഒരു മെമൻറ്റോ മേടിക്കാൻ ഇങ്ങനൊരു അവസരം ഒതുക്കിയതിൽ ഒരുപാട് സന്തോഷം. ബീങ് എ ഫാൻ ബോയ്, ആടുജീവിതം വരെ ഉള്ള സിനിമകൾ അത്രയേറെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ബ്ലെസ്സി സാർ ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ എത്തുകയും ഈ ഒരു മെമൻറ്റോ നൽകുകയും ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ജിതിൻ, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. താങ്ക് യു ബേസിൽ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ എമ്പുരാന്റെ ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ബാക്കിൽ ഇരുന്നുകൊണ്ട് വൻ മരങ്ങൾക്കിടയിൽ നിന്നൊരു കമന്റ് കണ്ടു. അതിനുശേഷമുള്ള ഒരു മുട്ട പപ്സ് ഇപ്പോൾ ആയിട്ട് ലോകം മൊത്തം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടൊവി ഉണ്ടായിരുന്നെങ്കിൽ ടൊവിയെ കൂടെ വിളിച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഇനി ബൈ ചാൻസ് ഇവിടെ ടൊവിയെ മിസ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, അല്ലെങ്കിൽ ആ മുട്ട പപ്സ് പിന്നെ എന്തായി? അവിടെ കഴിഞ്ഞു. അത് ഇത്രയും AI ഒക്കെ പോയി ചെയ്ത് മുട്ട പപ്സ് കഴിക്കുന്ന വീഡിയോ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ടെക്നോളജിയുടെ ഒരു വളർച്ചയായി. ഇപ്പൊ കൈ കൊടുക്കാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ടോയ്ക്ക് കറക്റ്റ് കിട്ടി. താങ്ക് യു. ഒരു ഗംഭീര കൈയടി ഫോർ ബേസിൽ ജോസഫ്. സന്തോഷം, അതിയായ സന്തോഷം. ഇതുപോലുള്ള വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ അതിയായ സന്തോഷം തരുന്ന കാര്യമാണ്. കാര്യം കേരളത്തിലെ സിനിമ ചലിക്കുന്നത് വിജയങ്ങളുണ്ടാകുമ്പോഴാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമ തിയേറ്റേഴ്സുകളായാലും നമുക്കും കുറച്ച് തിയേറ്റേഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സിനിമയും ഇറങ്ങുന്ന സമയത്ത് വലിയ പ്രാർത്ഥനയോടെയാണ് നോക്കിയിരിക്കുന്നത്. ദൈവമേ ഭയങ്കരമായിട്ട് വിജയിക്കണമേ എന്ന് എല്ലാ ദിവസവും ഓരോ സിനിമ വരുമ്പോഴും പ്രാർത്ഥിക്കും. അപ്പോൾ ARM മതിയായ വിജയം സമ്മാനിച്ച ഒരു ചിത്രമാണ്. ജിതിൻ എല്ലാം കൊണ്ടും വിജയങ്ങളുടെ ഫോർമുല മനസ്സിലാക്കിയ ഒരു സംവിധായകനാണ്. അത് അതിയായ സന്തോഷം തരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ലിസ്റ്റിൻ നിർമ്മിച്ച ചിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരാളുടെ സിനിമ എന്ന പ്രത്യേകതയും ARMനുണ്ട്. ഈ സിനിമയിൽ സഹകരിച്ച ഓരോരുത്തർക്കും എല്ലാ സ്നേഹവും അറിയിക്കുന്നു. മുൻപോട്ടും ഇതുപോലുള്ള വിജയങ്ങൾ ഈ ഗ്രൂപ്പിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടൊവിനോയ്ക്കും ബേസിലിനും അതുപോലെ ഈ സിനിമയിൽ സഹകരിച്ച എല്ലാവരെയും ഈ സമയം സ്നേഹത്തോടെ ഓർക്കുന്നു. നന്ദി, നമസ്കാരം. ആന്റണി ചേട്ടനുള്ള മൊമെന്റോ നൽകാനായിട്ട് ബ്ലെസ്സി സാറിനെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആൻജയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എമ്പുരാന്റെ റിലീസിന് തൊട്ട് മുമ്പ് ഇനി ലൂസിഫർ വീണ്ടും ഇറങ്ങാൻ ചാൻസ് ഉണ്ടോ? ഒരു ആഗ്രഹമുണ്ട്. അത് ഒന്ന് റിലീസ് ചെയ്തിട്ട് ഒന്നുകൂടി തിയേറ്ററിൽ 2 ആഴ്ച എല്ലാവരും വന്നൊന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. ശരിക്കും തീരുമാനിച്ചിട്ടില്ല. കാണണ്ടേ എമ്പുരാന് മുമ്പ് ലൂസിഫർ? ഇപ്പം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മൊത്തം ഏജ് റിവേഴ്സിങ് ഏജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണെന്ന് തോന്നുന്നു. മമ്മൂക്കിയുടെയൊക്കെ നമ്മൾ കുറേ കാലം മുമ്പ് പറഞ്ഞ് ഡിസ്കസ് ചെയ്തതാണ്. ഇനിയിപ്പോൾ അടുത്തതിലോട്ട് വേറെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആദ്യമേ നിങ്ങൾ രണ്ടുപേരും ഗംഭീരമായിട്ട് ഇവിടെ കാര്യങ്ങൾ ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു ചിത്രം 125 കോടി കളക്ട് ചെയ്യുക, 100 ദിവസം പിന്നിടുക, അതിൻ്റെ ഭാഗമാകാൻ കഴിയുക, ഇതൊക്കെ ഈശ്വരാനുഗ്രഹമാണ്, പ്രേക്ഷകരുടെ പിന്തുണയാണ്. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു പാൻ ഇന്ത്യൻ മൂവിയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഈ ചിത്രം കണ്ടവർ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്.
വേറെ സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പം അവിടെയുള്ളവർ ഈ ചിത്രത്തിൻ്റെ ഭാഗമായി എന്നെ തിരിച്ചറിയുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ ചിത്രത്തിൽ എന്നെ ക്ഷണിച്ചത് ജിതിൻ ലാലാണ്. 2 വേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിഗണനയിലുണ്ടായിരുന്നു. 2നെയും കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഈ വേഷം കൈകാര്യം ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്ന് ജിതിൻ എന്നോട് പറഞ്ഞു. അത് ശരിയായിരുന്നു എന്ന് ചിത്രം തെളിയിച്ചു. ഈ ചിത്രത്തിൽ ഒരുപാട് മഴ കൊണ്ടിട്ടുണ്ട്, വെയിൽ കൊണ്ടിട്ടുണ്ട്. ടൊവിനോടൊപ്പം റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്, ടൊവിനോടൊപ്പം ബേക്കൽ ഫോർട്ട് കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് കാരണം ഇതിൻ്റെ കോണ്ടന്റാണ്. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു ഇതൊരു വലിയ വിജയമായിരിക്കും. കാരണം ജിതിനെ സംബന്ധിച്ചിടത്തോളം ജിതിന് സിനിമ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്, ഒരു പാഷനാണ്, എല്ലാമാണ്. സുജിത്ത് എന്ന റൈറ്ററെ കൂടി കിട്ടിയപ്പോൾ ഒരു അത്ഭുതം തന്നെ തിരശ്ശീലയിൽ സൃഷ്ടിക്കാൻ ജിതിന് കഴിഞ്ഞു. ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ കഴിയൂ. ലിസ്റ്റിൻ സ്റ്റീഫനും UGMലെ ഡോക്ടർ സക്കറിയും കൂടി ഇതിൻ്റെ കൂടെ ചേർന്നപ്പോൾ ഏറ്റവും നല്ലൊരു പ്രോജക്റ്റായി മാറി. ക്യാമറാമാൻ ജോമോനെയും നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഇതിൽ മേക്കപ്പിൻ്റെ കാര്യത്തിലും വൈപ്പ് പല്ല് വെച്ചിരുന്നു. റോണക്സിൻ്റെ മേക്കപ്പിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ, ഷൂട്ടിങ്ങിന് ഒരു സ്ട്രെയിൻ എനിക്ക് തോന്നാത്ത രീതിയിൽ ഇതിൻ്റെ എൻ്റെ ക്രൂ, അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും എനിക്ക് നൽകിയ ആ സ്നേഹം, അത് ഞാനിവിടെ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരു യൂണിറ്റായിട്ട് തന്നെ യൂണിറ്റിയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലം കൂടിയാണ് ഈ വിജയം. ആ സ്വപ്നം ജിതിൻ ഇങ്ങനെ കാണുമ്പോൾ ആ സാക്ഷാത്കാരത്തിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിൻ്റെ അഭിനയത്തിന് എനിക്ക് പ്രേക്ഷകരുടെ പ്രോത്സാഹനവും അംഗീകാരവും നല്ല പരാമർശങ്ങളും അഭിനന്ദനങ്ങളും ഒക്കെ ലഭിച്ചപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഒരു ദിവസം റിലീസായ 2 ചിത്രങ്ങൾ ARMഉം കിഷ്കിന്ദ കാണ്ഡവും, 2ലും വ്യത്യസ്തമായിട്ടുള്ള 2 വേഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഓണക്കാല റിലീസുകളിൽ 2 സൂപ്പർ ഹിറ്റുകൾ, അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഈശ്വരാനുഗ്രഹമാണ്. ഒരു സ്വഭാവ നടൻ എന്ന നിലയിൽ എനിക്കിപ്പോൾ പേരെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ തന്നെ. പ്രേക്ഷകർ ശരിയായ രീതിയിൽ എന്നെ വിലയിരുത്തുന്നു, എന്നെ വിമർശിക്കുന്നു, എന്നെ അഭിനന്ദിക്കുന്നു. എൻ്റെ തെറ്റുകൾ കാണുമ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, മെച്ചപ്പെടുത്താനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതൊക്കെ തന്നെയാണ് ഒരു കലാകാരന് ഏറ്റവും വേണ്ടത്. ഞാൻ അഭിനന്ദനങ്ങളോടൊപ്പം തന്നെ വിമർശനങ്ങളും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഇന്നത്തെ ഈ ക്യാരക്ടറിൻ്റെ ഉള്ള ഫേസ് അത് ഈ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായ നിങ്ങളാണ്. അതിന് ഞാൻ നിങ്ങളോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തോട് എനിക്ക് പ്രേക്ഷകരെ പോലെ തന്നെ നല്ല പ്രേക്ഷകരായി നിന്ന് വിമർശനങ്ങളും അഭിനന്ദനങ്ങളും കൊണ്ട് എന്നെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന എൻ്റെ കുട്ടികളോടുള്ള നന്ദിയും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് ARMൻ്റെ സക്സസ് മീറ്റിൽ വരാൻ സാധിച്ചതിൽ. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ ജിതിൻ ലാലിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ആദ്യത്തെ സംവിധാന സംരംഭം തന്നെ ഒരു ബമ്പർ ഹിറ്റാക്കിയതിൽ ഒരുപാട് ഞാൻ അഭിമാനിക്കുന്നു. കൺഗ്രാജുലേഷൻസ് ടു ടോവി ഫോർ അനദർ ഹിറ്റ്. ഈ ഒരു ട്രിപ്പിൾ റോൾ വിത്ത് സോ മച്ച് ഓഫ് ഡെഡിക്കേഷൻ, ഇത്രയും ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, ഇത്രയും ഒരു എനിക്ക് തോന്നുന്നു റേഞ്ചിൽ നിൽക്കുന്ന ഒരു നടൻ ഇപ്പം പ്രസൻറ്റിൽ വി ഹാവ് വെരി ഫ്യൂ ആർട്ടിസ്റ്റ് ഹു ഹാവ് ദാറ്റ് മച്ച് ഡെഡിക്കേഷൻ. കൺഗ്രാജുലേഷൻസ് ആ ഹാർഡ് വർക്ക് പേ ഓഫ് ആയതിൽ. ടു ദി എൻറ്റയർ കാസ്റ്റ്, സുരഭി ചേച്ചി, കൃതി ആൻഡ് ഐശ്വര്യ രാജേഷ് ആൻഡ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഇറ്റ്സ് സച്ച് എ ഹ്യൂജ് മൈൽ സ്റ്റോൺ. സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ടു എൻ്റെ ലിസ്റ്റിൻ ചേട്ടൻ അവിടെ. ഹലോ. തുടർന്നതെല്ലാം പൊന്നാക്കുന്ന ലിസ്റ്റിൻ ചേട്ടനും സക്കറിയ സാറിനും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ടീമിന് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാനാകട്ടെ. അടുത്ത വട്ടം സിനിമ ചെയ്യുമ്പോൾ എന്നെ കാസ്റ്റ് ചെയ്യട്ടെ. എനിവേസ്, ഐ ഹോപ്പ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ നൈറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഈ ചിയോതികളൊക്കെ എനിക്ക് വേണ്ടി, മാണിക്യത്തിന് വേണ്ടി മോഷ്ടിച്ച മണിയനോടും, അത് ആദ്യം മനസ്സിൽ ആ ഒരു മാണിക്യത്തെ സൃഷ്ടിച്ച സുജിത്തേട്ടനോടും, സ്ക്രീനിലേക്ക് എന്നെ ക്ഷണിച്ച ജിതിനോടും, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ്, അവരോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ സിനിമയിൽ 118ഓളം ദിവസം ഞങ്ങളോടൊപ്പം നിന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സും അല്ലെങ്കിൽ മേക്കപ്പ്, ആർട്ട്, കോസ്റ്റ്യൂം, അതിലുള്ള എല്ലാ മേഖലയിലുള്ള
ഫുഡ് വരെ തന്നിട്ടുള്ള എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. വലിയൊരു സിനിമയാണ്, വലിയൊരു അനുഭവം കൂടെ ആയിരുന്നു. പിന്നെ ജിതിൻ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ഒരു ഇത് വന്ന സമയത്ത് ഓരോ ആക്ടേഴ്സും വാങ്ങിച്ചിട്ടുള്ള പ്രതിഫലം കാണിച്ചിരുന്നു. അപ്പോൾ സുരഭി 60 ലക്ഷം മുതൽ 70 ലക്ഷം വരെയാണ് വാങ്ങിച്ചത് എന്നാണ് ഒരു എന്താ പറയുക ഇൻസ്റ്റാഗ്രാം റീലുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിന്റെ നാവ് പൊന്നാട്ടെ, പക്ഷെ നീ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള കല്ല് വെച്ച നുണ പറയുന്നതിന് എന്നുള്ളത്. എന്തായാലും അത്തരത്തിലൊക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു നടിയായിട്ട് ഉയരാൻ എനിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എനിക്കിതിലുള്ള ഒരു അനുഭവം ദിബുചേട്ടനോടും അതുപോലെ മനു മഞ്ജിത് ചേട്ടനോടും ഒക്കെ ഉള്ളൊരു നന്ദിയുണ്ട്. അങ്ങുവാനക്കോളിലെ എന്നുള്ള ആ ഒരു പാട്ടിൽ ഇപ്പോഴും കുട്ടികളെല്ലാം, ഇപ്പം അതൊരു നഴ്സറിയിൽ വരെ പഠിക്കുന്ന കുട്ടികളുടെ ഒരു പാട്ട് പോലെ എല്ലാ മക്കളും ഡെയിലി അയച്ചു തരും. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് സുജയുടെ 2 മക്കൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വീഡിയോ കോളിൽ വിളിച്ചിട്ട് പറയും, ഉമ്മേൻ്റെ ഫ്രണ്ടല്ലേ ARMലെ അമ്മൂമ്മ, അതുകൊണ്ട് എനിക്ക് ആ പാട്ടൊന്ന് അമ്മൂമ്മേനോട് പാടിത്തരാൻ പറയുന്നുണ്ട്. വീഡിയോ കോൾ വിളിക്കും. അപ്പം ഞാൻ എൻ്റെ മുത്തശ്ശീൻ്റെ മുണ്ടും ഇതൊക്കെ എടുത്ത് പൗഡറൊക്കെ തലയിൽ തേച്ചിട്ട് അങ്ങുവാനക്കോണിൽ എന്ന് പറഞ്ഞിട്ട് അത് വിറച്ച് പാടുകയും, അതുപോലെ തന്നെ ഒരു നല്ല കള്ളനാവണമെങ്കിൽ ആദ്യം മണ്ണിനെ അറിയണം. ഇപ്പോൾ അവനോട് എന്താവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവൻ കള്ളനാവാനാണ് ആഗ്രഹം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മണിയൻ എന്നുള്ള കഥാപാത്രം അത്രയേറെ ആളുകളിലേക്ക് എത്തിയത്. ഇത്തരം ഈ ഒരു വലിയൊരു സിനിമയുടെ ഭാഗമാവാനുള്ളൊരു ഭാഗ്യം ലഭിച്ചതിൽ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ ഒരു നല്ല മനോഹരമായിട്ടുള്ള സമ്മാനം. താങ്ക് യു സോ മച്ച്. പറഞ്ഞതുപോലെ ഞാൻ ഈ സിനിമയിൽ എത്തിച്ചേരുന്നത് ഈ സിനിമ തുടങ്ങുന്നതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു 25 ദിവസം മുന്നെയാണ്. അപ്പം എൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്ന് ജോയിൻ ആവുന്നത്. അപ്പോൾ ഈ സിനിമയുടെ പേര് അജയൻ്റെ 2ാം മോഷണം എന്നായിരുന്നു. അപ്പം ഡോക്ടർ സക്രിയ തോമസ് നമ്മുടെ പാർട്ട്ണർ, പുള്ളി ഇന്ന് ഇവിടെ ഇല്ല, പുള്ളി അമേരിക്കയിലാണ്. പുള്ളിക്ക് വരാനായിട്ട് ഈവൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹമായിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്ന് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് ഈവൻ ഇട്ടതും പറഞ്ഞതുമൊക്കെ എല്ലാ സിനിമകളും അങ്ങനെയാണ്. അവർ ആരംഭിക്കുമ്പോൾ ഒരു ബഡ്ജറ്റാവും, പിന്നീട് അതൊരു വേറൊരു ബഡ്ജറ്റാവും. ഇതൊക്കെ എല്ലാ സിനിമകളിലും, കൊച്ചു സിനിമ മുതൽ വലിയ സിനിമകളിലും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു 30 ദിവസം 25-30 ദിവസം മുന്നെയാണ് ഇതിൽ ജോയിൻ ആവുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു വലിയ സിനിമയായി മാറണമെന്നുള്ളൊരു ആഗ്രഹം ഇപ്പോൾ ഇവനുണ്ടായിരുന്നു. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ UGM ഇൻവോൾവ്ഡ് ആയിട്ട് ഇവൻ ചെയ്യുമ്പോൾ ജിതിൻ ഇതിൻ്റെ എടുത്ത ഷോട്ടുകൾ എന്നെ കാട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഇമ്പ്രസ്സായിട്ട്, അങ്ങനെയാണ് ഈ സിനിമ ARM എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ സിനിമയാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അല്ലേ ജിതിൻ ARM എന്ന് പറയുന്ന ടൈറ്റിൽ ഫോം ആകുന്നത്. പിന്നെ അജയൻ്റെ 2ാം മോഷണം ഇല്ല, അതിൻ്റെ താഴെ മാത്രമാണ് നമ്മൾ ARM ഉണ്ടാക്കിയത്. അങ്ങനെയാണ്. പിന്നെ അറിയാം, ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സിനിമാ വ്യവസായങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ നമുക്ക് ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയത്തായിരുന്നു. ആക്ച്വലി ഈ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഈ സിനിമ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളിത് കാട്ടിയിട്ട് ബിസിനസ് ചെയ്യാം. നമ്മൾ കൊച്ചു സിനിമകളൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമകളെല്ലാം നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയുടെ ലക്കാണോ അൺലക്കാണോ എന്നറിയില്ല. ഈ സിനിമയുടെ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ്, ഈ സിനിമ കാട്ടിയിട്ട് ഈ സിനിമയ്ക്ക് കൂടുതൽ പൈസ ചോദിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് പറയുമ്പോൾ നമ്മളിപ്പോൾ XY ആർട്ടിസ്റ്റിൻ്റെ സിനിമകൾ എന്ന് പറയുമ്പോൾ ഓക്കെ അതിനൊരു വാല്യൂ ഉണ്ടാവും. അപ്പം ഒരു ടൊവിനോയുടെ ഒരു സിനിമയ്ക്ക് അന്ന് നൽകാവുന്നതിൽ ഏറ്റവും ബെറ്ററിൽ കൂടുതലുള്ള റേറ്റ് വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഈ സിനിമ അത്രയും വലുപ്പമുള്ള ഒരു സിനിമയായിരുന്നു. ഇവരുടെ എല്ലാം ഒരുപാട് ഹാർഡ് വർക്കുകൾ ഈ സിനിമയിലുണ്ട്. അപ്പം പിന്നെ ഈ സിനിമയിൽ നിങ്ങൾക്കറിയാം, അതായത് ഒരുപാട് ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ടൈം ആവശ്യം വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കാണിച്ച് കഴിയുമ്പോഴേ ഉള്ളായിരുന്നു ആക്ച്വലി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമുകാരൊക്കെ കൂടുതൽ ഇമ്പ്രഷനോടെ ഈ സിനിമ വാങ്ങുകയുള്ളൂ. പക്ഷേ എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്, ഈ CG ഒക്കെ ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിലാണ് റെഡി ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ റിലീസിങ് ഞങ്ങൾക്ക് 1 ദിവസം 2 ദിവസമൊക്കെ തള്ളിയാണ് അതർ ലാംഗ്വേജിൽ റിലീസ് ചെയ്യാനായിട്ട് പറ്റിയത്. കാരണം ഇതിൻ്റെ സെൻസർ ഓരോ ലാംഗ്വേജും സെൻസർ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. കാരണം അറിയാലോ, സിനിമകൾ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഈ സിനിമ നിർമ്മിച്ച് കഴിഞ്ഞ്
ഇത് റിലീസ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ബിസിനസ് പോലും നടന്നത്. കാരണം ഞാനിപ്പോൾ ഒരു 3-4 സിനിമകൾ നിർമ്മിക്കുന്നുണ്ട്. ധൈര്യത്തോടെ തന്നെ പറയാം, ആ 4 സിനിമകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ആവുന്നില്ല. കാരണം എനിക്ക് ഇത്രയും ധൈര്യമുണ്ട് എന്നെനിക്ക് മനസ്സിലായത് പോലും ഈ ARM ആണ് ധൈര്യമാക്കി തന്നത്. അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈ വലിയ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിനാൻസ് ഒക്കെ എടുത്തിട്ടാണ് സാധാരണ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളതൊക്കെ സെറ്റിൽ ചെയ്യണം, എടുത്ത എമൗണ്ടുകളൊക്കെ. അപ്പം ഈ സിനിമ ബിസിനസ് ആവാതിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞ റേറ്റുകളിൽ ഞങ്ങൾ ഓക്കെ ആകാതിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക, ഫൈനൽ സെറ്റിൽമെൻ്റ് എന്ന് പറയാം. അപ്പോൾ അത് സിനിമയിലുള്ളവർക്കേ ഉള്ളൂ അത് കൂടുതൽ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് അത് അത്ര മനസ്സിലാവത്തില്ല. അപ്പോൾ അതൊക്കെ സെറ്റിൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇത്ര കോടികൾ വേണം, അതിൻ്റെ ആവശ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഇത്ര രൂപയുടെ ഒരു ആവശ്യമുണ്ട് പടം ഇറങ്ങേണ്ട സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കോളിൽ എന്നെ സഹായിച്ച പൃഥ്വിരാജ് സുകുമാരനോട് ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ കുറച്ചും കൂടെ വീണ്ടും പൈസ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്രയാണ് വേണ്ടത് എന്ന് ചോദിച്ചിട്ട് അത് ഞാൻ ചോദിച്ച എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്ന എൻ്റെ ഡയറക്ടർ, എൻ്റെ ഫ്രണ്ട് അൻവർ റഷീദിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഒരുപാട് പേരുടെ സഹായങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഓരോരുത്തർക്ക് വരാനായിട്ട് പറ്റുള്ളൂ. ഒരു സ്റ്റീഫൻ ഇന്നിവിടെ നിൽക്കണമെങ്കിൽ എൻ്റെ പിന്നിൽ ഒരുപാട് പേരുണ്ടാവും. എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് 100% ഇന്നും എപ്പോഴും നാളെയും ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് എന്നേക്കാൾ കഴിവുള്ളവർ, എന്നേക്കാൾ ലാംഗ്വേജ് ഉള്ളവർ, എന്നേക്കാൾ ബുദ്ധിയുള്ളവർ, എന്നേക്കാൾ എല്ലാ രീതിയിലും മിടുക്കരായിട്ടുള്ളവർ എൻ്റെ പിറകിൽ നിൽക്കുമ്പോൾ എന്നെ ഇങ്ങനെ മുന്നോട്ട് ദൈവം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിട്ടിരിക്കുകയാണ് ഈ ഇൻഡസ്ട്രിയുടെ ഒരു വലിയ ഭാഗമായിട്ട്. സോ ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടും ഒരു 100 കോടി ക്ലബിൽ, അല്ലെങ്കിൽ 100 കോടി എന്നൊക്കെ മറ്റുള്ളവരുടെ സിനിമകൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു സിനിമ 100 കോടി സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ഭാഗമാകാനായിട്ട് സാധിച്ചത് ഇതിൻ്റെ റൈറ്റർ ഡയറക്ടറോടും ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. അപ്പം ഇതിൻ്റെ അക്കൗണ്ട്സ് ആയിക്കോട്ടെ, ഇനിയും ഇതിൻ്റെ നമ്മുടെ സാറ്റലൈറ്റ് ഡിജിറ്റലിൻ്റെ ഒക്കെ പൈസ ഇനിയും ഞങ്ങൾക്ക് കിട്ടാനായിട്ടുണ്ട്, ഓഡിയോയുടെ പൈസയൊക്കെ ഇനിയും ഞങ്ങൾക്ക് കിട്ടാനായിട്ടുണ്ട്. കിട്ടിക്കോട്ടെ. എന്തെങ്കിലുമൊക്കെ ഒരു മാരുതി 800 ആയിട്ട് ഞാൻ ആ വീടിൻ്റെ മുന്നിൽ വരും എന്ന് ഞാൻ പറയുകയാണ്. പിന്നെ ടൊവിനോ ഈ സിനിമയിൽ ഞാൻ അറിയാം കേട്ടോ, സിനിമകളാകുമ്പം ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ എപ്പോഴും സ്വാഭാവികമാണ്. ടൊവി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞങ്ങളിപ്പോൾ ചെറിയ പിണക്കത്തിലാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടി കാര്യങ്ങൾക്ക് ചിലപ്പോൾ പിണങ്ങും. അങ്ങനെയാണ്, സിനിമയോട് അത്രയും പാഷനുള്ള ഒരാളാണ്. അപ്പം ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പിണങ്ങും, അല്ലെങ്കിൽ അപ്പം തന്നെ അത് മാറിയിട്ടിട്ട് ഇണക്കവും പിണക്കവും ഒക്കെ ഉള്ള ഒരാളാണ്. കാരണം ഒരു ഈഗോ നോക്കാതെ, ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഒരു പരിപാടിക്ക് പോലും വിളിച്ചപ്പോൾ വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന പരിപാടിക്ക് 5 മണിയായപ്പം വിളിച്ചപ്പോൾ വന്നയാളാണ്. ഉച്ചയ്ക്ക് എൻ്റെ സിഫ എന്ന് പറയുന്ന ഒരു സ്കൂളിൻ്റെ പ്രോഗ്രാം നടന്നപ്പോൾ 1 മണിക്ക് നടക്കുന്ന പരിപാടിക്ക് 12:30 വിളിച്ചപ്പം വന്ന ഒരാളാണ് ടൊവിനോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം സിനിമയ്ക്കുള്ളിൽ മാത്രമാണ് ഞാൻ ടൊവിനോട് വീണ്ടും പറയുകയാണ്. പിന്നെ ടൊവിനോ സിനിമയുടെ ഒരു ഇതാട്ടോ, ഞാനിത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവർക്കും എല്ലാം ഭയങ്കര ആഗ്രഹക്കാരാണ്. ഇപ്പം എൻ്റെ ഒരു സിനിമ ഏറ്റവും ബെസ്റ്റ് ആക്കാനേ ഞാൻ നോക്കുള്ളൂ, ഒരിക്കലും ഞാനത് ഇതാവത്തില്ല. ടൊവിക്ക് ഇനിയും ഈ സിനിമ പല ലാംഗ്വേജുകളിൽ ഭയങ്കര പബ്ലിസിറ്റിയോടുകൂടി വേറെ ലെവലിൽ വരണമെന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, ചിലപ്പോൾ അത് എന്നെ കൊണ്ടിട്ട് ഒരു കുറച്ച് പൊടിക്ക് ഒരു സാധ്യത കുറവായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ടൊവിനോട് ഞാൻ സോറി പറയുകയാണ്, ഒന്നും തോന്നരുത്. ഞാൻ പറയുന്നത്, അപ്പം അത്രയും ആഗ്രഹമുള്ള ആളാണ്. അപ്പം ഓരോ സിനിമ ടൊവിയോട് സംസാരിക്കുമ്പോൾ അറിയാം, ടൊവി അത്രയും ഓവർ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമയെ പറ്റി പറഞ്ഞത്. ഈ സിനിമയെ പറ്റി നിങ്ങൾക്കറിയാം, ഒരു റോള് ചെയ്യണേ തന്നെ ഭയങ്കര പാടാണ്. ടൊവി ഈ സിനിമയിൽ 3 റോള് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൊവി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 100% ടൊവിനോ തോമസ് എന്ന് പറയുന്ന ഒരു ഹീറോ അല്ലാതെ വേറെ ഏത് ഹീറോയാണെങ്കിലും 140 ദിവസം ഷൂട്ട് ചെയ്ത സാധനം ഒരു 175-200 ദിവസം ആയി പോകും എന്നെനിക്ക് 100% ബോധ്യമുണ്ട്. അതുകൊണ്ടിട്ട് ആ ഒരു നന്ദിയും ടൊവിനോയോട് ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാണ്. പിന്നെ ടൊവിനോ
സിനിമയിൽ 3 ഡിഫറെൻറ്റ് റോള് അഭിനയിക്കുമ്പോൾ ജീവിതത്തിൽ 10-12 റോളുകൾ ഡെയിലി ഞാൻ മാറി മാറി അഭിനയിക്കുന്ന ആളായതുകൊണ്ടിട്ട് ഇതൊന്നും എനിക്കൊരു ഇതല്ലാത്തത് കൊണ്ടും ഈ സിനിമയുടെ പിന്നിലും മുന്നിലും നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയുടെ പിന്നിലുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ നന്ദി പറയാനായിട്ട് ഞാൻ പലരെയും വിട്ടുപോകും. കാരണം ഈ സിനിമ മറ്റൊരു സിനിമ പോലെയല്ല. നമ്മളൊരു 60 ദിവസം കൊണ്ട് 70 ദിവസം കൊണ്ടിട്ട് തീർന്ന ഒരു സിനിമയല്ല. ഇതുപോലത്തെ പഴശ്ശിരാജ പോലെയുള്ള പല പല സിനിമകളും ഉണ്ട് കേട്ടോ. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പുതിയ ഡയറക്ടർ എന്ന് പറയാത്ത വിധത്തിൽ ആ സിനിമയെ ആക്കിയെടുത്ത ഇതിൻ്റെ ഡയറക്ടർ, റൈറ്റർ, എല്ലാവർക്കും, ടൊവിനോയുടെ കൂടെ ഉള്ളവരായിക്കോട്ടെ, മാജിക് ഫ്രെയിംസിൻ്റെ ഒപ്പമുള്ളവരായിക്കോട്ടെ, എല്ലാവരോടും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഈ സിനിമ ഓവർസീസ് റിലീസ് ചെയ്ത് തന്ന സഞ്ജയ് വാദ്യയോട് ആയിക്കോട്ടെ, ഞങ്ങളുടെ ഔട്ട്സൈഡ് കേരള ഈ സിനിമ റിലീസ് ചെയ്ത് തന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടറോടും ആയിക്കോട്ടെ, ഞങ്ങളുടെ ഈ സിനിമ വാങ്ങിയ ഹോട്ട്സ്റ്റാറിനോടായിക്കോട്ടെ, എല്ലാവരോടും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇനിയും ഞങ്ങൾ നല്ല നല്ല സിനിമകളായിട്ട് വരും. നല്ലതല്ലെങ്കിൽ നിങ്ങൾ തിരസ്കരിക്കണം, നല്ലതാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ സ്വീകരിക്കണം. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് വരാനുള്ളതാണ്. താങ്ക് യു സോ മച്ച്. മലയാള സിനിമയിൽ മാറ്റങ്ങളുടെ തേരോട്ടത്തിന് ചുക്കാൻ പിടിച്ച ഒരു പ്രൊഡ്യൂസറാണ്. വികാര നിർഭരമായ വാക്കുകൾ. ഒരു ഗംഭീര കൈഡി ഫോർ ലിസ്റ്റിൻ സ്റ്റീഫൻ റെപ്രസെന്റേറ്റിംഗ് മാജിക് ഫ്രെയിംസ്, പ്രൊഡ്യൂസർ ആ മൂവി. ഞാൻ വേദിയിലേക്ക് ശ്രീ ഹരീഷ് ഉത്തമനെയും കൂടെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നുകൂടി നമുക്ക് 2 വാക്ക് കേൾക്കാനുണ്ട്. ശ്രീ ഹരീഷ് ഉത്തമൻ ഇസ് അറൗണ്ട്, കൈൻഡ്ലി കം ഓവർ. ഐ വുഡ് ഓൾസോ റിക്വസ്റ്റ് ടോവിനോടെ കുട്ടിക്കാലം അഭിനയിച്ച നമ്മുടെ സ്വന്തം ശ്രീരംഗനെ വേദിയോട് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ നടിയുടെ കുട്ടിക്കാലം അഭിനയിച്ച നമ്മുടെ സ്വന്തം ആവണി അഞ്ജലിനെയും വേദിയോട് സ്വാഗതം ചെയ്യുകയാണ്. അവർക്ക് 2 പേർക്ക് നല്ലൊരു കൈയടി നൽകാം. ടോവിയുടെ കുട്ടിക്കാലം ചെയ്ത യങ് ടാലന്റഡ് ആർട്ടിസ്റ്റ് ആവണി ഈസ് ഹിയർ ആൻഡ് ശ്രീരംഗ് ഈസ് ഹിയർ. അവർക്കുള്ള മെമെന്റോസ് ടോവിയിൽ നിന്ന് കൊടുക്കാം പ്ലീസ്. ഈ കുഞ്ഞുമോള് പാർവതി ചേച്ചിയെടുത്ത് കഥ ചോദിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ മണിയൻ്റെയും കേലുവിൻ്റെയും കഥ അറിയില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പാർവതി ചേച്ചിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാണ്. A round of applause to the extremely talented Mala Parvati. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മനസ്സിലൊരു സ്വപ്നമായിട്ട് തുടങ്ങി. ഈ സിനിമയെ പറ്റി ചിലപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറേ സംസാരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇനി ഈ സിനിമയെ പറ്റി, ഇതുണ്ടായ വഴിയെ പറ്റി, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല. ഓൾറെഡി ഒരുപാട് ആൾക്കാർക്ക് അറിയാമായിരിക്കും. പിന്നെ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. സിനിമ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്ത ഈ സിനിമ ഇത്രയും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിന് ആദ്യം നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും ജിതിനും സുജിത്തേട്ടനും എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ്. എനിക്ക് പോലും ഉണ്ടായിരുന്നില്ല വിശ്വാസം എന്നിൽ. ആ വിശ്വാസമാണ് ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചത്. ഇതിൽ 3 കഥാപാത്രങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഒരു രീതിയിലേക്ക് എന്നെ എത്തിച്ചത് അവർക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയ പ്രാധാന്യം ഉള്ള വേഷങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നടൻ എന്നുള്ള നിലയിലും ഒരു ബാങ്കബിൾ ആക്ടർ എന്നുള്ള നിലയിലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സിനിമ. അതേസമയം തന്നെ ഏറ്റവും വലിയ ചലഞ്ചുമായിരുന്നു, ഭയങ്കര വെല്ലുവിളിയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങളും നന്നായി വരണം, സിനിമ തിയേറ്ററിൽ നന്നായിട്ട് ഓടണം. അത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഭാഗ്യമാണ്, അതേസമയം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വരെ അതൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ അതിന് കൂടെ നിന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ
ഒരുപാട് സമയമെടുക്കും. പക്ഷേ ഈ സിനിമയിൽ ഒരു ദിവസം അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം, ഈ സിനിമയുടെ വിജയം. അതിന് ഓരോരുത്തരോടും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്സിനോടും, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരോടും, ഈ സിനിമയിൽ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാനില്ലാത്ത സീനുകളിലും ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രധാന നടീനടന്മാരും അതല്ലാതെ ഒരു ചെറിയ ഷോട്ടിലെങ്കിലും അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. പിന്നെ തീർച്ചയായിട്ടും ഈ സിനിമ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത്ര എളുപ്പമല്ലായിരുന്നു. നമുക്ക് നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ ഈ പറയുന്ന പോലെ മറ്റ് ഇൻഡസ്ട്രികൾക്ക് ബൂസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള അത്രയും വലിയ സെറ്റപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് ഏറ്റവും നല്ലൊരു സിനിമ എടുക്കണം എന്നുള്ളതിനായിരുന്നു. അതിന് വിശ്വസിച്ച് കൂടാന്നിട്ടുള്ള പ്രൊഡ്യൂസർമാർക്കും ആ ഒരു സമയത്ത് ഒരു ഘട്ടത്തിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രിയപ്പെട്ട ലിസ്റ്റിൻ സ്റ്റീഫൻ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഞാൻ ആളുകളോട് പിണങ്ങുന്നത് ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കാം. പക്ഷെ അത് അത്രയും തന്നെ നിസ്സാര പിണക്കങ്ങളായി തന്നെ കണക്കാക്കേണ്ടതാണ് എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. ഞാനത് ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തിനാ പിണങ്ങിയെന്ന് ഞാൻ തന്നെ മറന്നു. അപ്പോൾ പിണക്കങ്ങളൊന്നും ഒരിക്കലും പെർമനൻ്റ് അല്ല, ടെമ്പററിയാണ്. പ്രത്യേകിച്ച് സിനിമകൾ വിജയിക്കുന്ന സമയങ്ങൾ അങ്ങനത്തെ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാനുള്ളതുമാണ്. അപ്പോൾ ഞാൻ ആരെയെങ്കിലും ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആരെയെങ്കിലും ഞാൻ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും അതിനുള്ള മാപ്പ് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം ഈ സിനിമയ്ക്ക് കൂടെ നിന്ന, ഈ സിനിമയുടെ ഭാഗമല്ലാഞ്ഞിട്ടും ഈ സിനിമയുടെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങിൽ ഭാഗമാകാൻ വന്നിട്ടുള്ള ഒരുപാട് ഗസ്റ്റുകളുണ്ട്. പ്ലസ് സാറും എല്ലാവരുടെയും ഈ സ്നേഹവും അനുഗ്രഹവും ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. തുടർന്നും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട എൻ്റെ ഒരു സിനിമ ARM ആയിരിക്കും. അത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം എനിക്കത് പലപ്പോഴും അറിയാനും പറ്റുന്നുണ്ട്. ചില സിനിമകൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയോ ഒക്കെ ഒരു സ്നേഹം നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റാറുണ്ട്. ഈ സിനിമ 3 കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടോ അതോ സിനിമയ്ക്കൊരു കഥയുടെ സ്വഭാവമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഈ സിനിമയിൽ ഫാൻറ്റസിയും അങ്ങനെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല എലമെൻസും ഈ സിനിമയിൽ ഉണ്ടായിരുന്നുകൊണ്ടായിരിക്കാം ഞാൻ ഭയങ്കരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കുന്നുണ്ട് ഈ സിനിമയുടെ റിലീസിന് ശേഷം. ഈ സിനിമയെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. ഞങ്ങളെല്ലാവരും ചെയ്ത ഞങ്ങളുടെ വർക്കുകളെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി. അതിനോടൊപ്പം ഒരു കുന്ന സ്നേഹം തന്നതിന് അതിനേക്കാളും വലിയ നന്ദി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി. ഇനി ആരെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പിന്നെ ഡെഫിനറ്റ്ലി നിർത്തിക്കൊണ്ട് പറയേണ്ട കാര്യമില്ല. എൻ്റെ പില്ലർ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്, സുഹൃത്തുക്കളാണ്. അവർക്ക് എല്ലാവർക്കും ഇതിനോടകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ബ്ലസ്സിയേട്ടൻ മുമ്പേ സംസാരിച്ചപ്പോൾ എന്തോ കുറച്ച് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. അപ്പോൾ അതുകൂടെ പറഞ്ഞിട്ട് ബ്ലസ്സിയേട്ടൻ പോവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ട് പോകും. പ്രഗത്ഭമായി ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുന്ന ലിസ്റ്റിനും പ്രത്യേകിച്ച് ഞാൻ ടോബിയെടുത്ത് പറയായിരുന്നു, 50ാമത്തെ സിനിമയ്ക്ക് ഇത്രയും വലിയ അതും 50ാമത്തെ സിനിമ എന്നുള്ളതല്ല, ഒരു പുതുമുഖ സംവിധായകനെ ഡേറ്റ് കൊടുക്കുകയും അതിത്ര വലിയ വിജയമാക്കി തീർക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് മുമ്പ് മമ്മൂക്കായെ മാത്രമേ ഓർക്കുന്നുള്ളൂ. അപ്പം അതിൻ്റെ മുഖ്യമായ കാരണം ഞാൻ പറഞ്ഞു വന്നത്, പുതിയ സിനിമയോടുള്ള കണ്ടൻറ്റിനോടുള്ള പുതിയ നിർമ്മാതാക്കളോടും സംവിധായകരോടുമുള്ള ആർട്ടിസ്റ്റുകളുടെയൊക്കെ വലിയ സമീപനം കൊണ്ടാണ് അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നത്. അപ്പം തന്നെ ജിതിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ ഭാഗ്യം ചെയ്ത ഒരാളാണ്. കാരണം ഇത്ര വലിയൊരു സിനിമ ഇങ്ങനെ പ്രൊഡ്യൂസറെടുത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കൺസീവ് ചെയ്യാനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക്. കാരണം നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു ചെറിയ അവസ്ഥകളിൽ നിന്നാണ് ഒരു പുതിയ സംവിധായകൻ വന്നത്. അപ്പോൾ ഇതെല്ലാ ഭാഗ്യങ്ങളും ഒരുമിച്ച് ചേർന്നത് ഒരു വലിയൊരു കൂട്ടായ്മ തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് ജിതിൻ എന്ന് പറയുന്ന ഒരു വലിയ സംവിധായകനുണ്ടായി. ടോവിനിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു വലിയ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് സിനിമ എത്തുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഇതിൽ പ്രവർത്തിച്ച ഓരോരുത്തരുടെയും. ഞാൻ അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൻ്റെ മറ്റൊരു
രീതിയിൽ ഒരു സിനിമ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വളരെ നന്നായി അറിയുന്ന ഒരാളോടാണ്. തീർച്ചയായിട്ടും ഈ പ്രേക്ഷകരാണ്, മലയാള സിനിമ പ്രേക്ഷകരാണ് പുതിയ ചിന്തകൾക്കും പുതിയ ഭാവത്തിലുള്ള സിനിമകളെയൊക്കെ മുന്നോട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് ഈ ആഘോഷം തന്നെ. ഇതിൽ പങ്കെടുത്ത എല്ലാ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും ഒക്കെയുള്ള സ്നേഹം, നന്ദി, ഓൾ ദി ബെസ്റ്റ്.